നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രായവും പക്വതയുണ്ടെന്ന് നടിക്കുന്ന നമ്മളാണ് ശരിക്കും തെറ്റുകൾ ചെയ്യുന്നത്. കുട്ടികളാണ് എന്നും ശരി. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോനെ. നീ ഗംഗയെ ആഗ്രഹിച്ചു, നീ അത് അവളോട് തുറന്നു പറഞ്ഞു. മുത്തശ്ശിയോട് നീ അനുവാദം ചോദിച്ചു. പക്ഷെ അവർ രണ്ടുപേരും നിന്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീട്ടിൽ ജീവിച്ച് നമ്മുടെ സൗജന്യങ്ങൾ കൈപ്പറ്റി ഇത്രയും നാളും കഴിഞ്ഞിട്ട് നീ ഒരാഗ്രഹം പറഞ്ഞപ്പോ അതവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥാനം കൊടുക്കാൻ നീ തയ്യാറായപ്പോ ഒരു കരുണയില്ലാതെ, ഒരു മനസാക്ഷിയില്ലാതെ അവര് നിഷേധിച്ചില്ലേ? അതിന്റെ പേരിൽ നീ ഇനിയും വേദനിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മോനെ, നീ വിഷമിക്കരുത്. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നീ അമ്മയോട് തുറന്നു പറ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കണോ? ഈ അമ്മ അത് നടത്തി തരും. എനിക്കതിനൊരു മുത്തശ്ശിയുടെ അനുവാദം വേണ്ട, ഗംഗയുടെ അനുവാദവും വേണ്ട. എന്റെ മകന്റെ സന്തോഷ ഈ അമ്മയ്ക്ക് വലുത്. നാളെ നിങ്ങളുടെ വിവാഹം ആ പന്തലിൽ വെച്ച് ഞാൻ നടത്തിത്തരാം. ആര് സമ്മതിച്ചില്ലെങ്കിലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. കൈലാസം വീട്ടിലെ ദേവിയാനിയാ പറയുന്നത്. എല്ലാവരെയും പിടിച്ചുകെട്ടി ഞാൻ നടത്തിത്തരും നിങ്ങളുടെ വിവാഹം. മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ അംബയെയും അംബികയും അംബാലികയും പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് വിവാഹം നടത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്നാന്ന് കരുതിയ മതി. നിന്റെ ഒരു വാക്കു മതി മോനെ ഈ അമ്മയ്ക്ക്. പക്ഷേ വിവാഹം നടത്തിത്തരാൻ മാത്രമേ ഈ അമ്മയ്ക്ക് സാധിക്കൂ. പിന്നെ അവളോടൊപ്പം ജീവിക്കേണ്ടത് നീയാ. നിന്റെ സ്നേഹം നിഷേധിച്ച, നിന്റെ താലി വേണ്ടാന്ന് വെച്ചൊരു പെണ്ണിനോടൊപ്പം നിനക്ക് ജീവിക്കണോ? അതോ നിനക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന അമ്മ നിനക്കായി കണ്ടെത്തിയ ശ്രേയയ്ക്കൊപ്പം ജീവിക്കണോ? നമ്മൾ സ്നേഹിച്ചവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാ നമ്മൾ കൂടെ നിർത്തേണ്ടത്. അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നിന്റെ ഭാര്യയാവേണ്ടത് ശ്രേയയാണ് മോനെ. വാ, ഒരുപാട് ആലോചിക്കാതെ, മനസ്സ് വിഷമിപ്പിക്കാതെ എന്റെ മോനെ ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.